Chest number 504 on the stage. Chest number 504 on the stage. Judges, please note chest number 504 on the stage. Check, check. Hello? 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 Hello. Hello. Okay, let's start. Hello. 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 ഇത് കേൾക്കുന്നില്ല, ഇത് കേൾക്കുന്നില്ല. Out. Hello. സുന്ദരിയായിട്ടുണ്ട്. എത്ര പെട്ടെന്നാ സമയം പോകുന്നത്. എനിക്കിപ്പോഴും ആ സ്കൂളിൽ പോകാൻ മടിച്ചു നിൽക്കുന്ന അഞ്ജു ആ മനസ്സിൽ. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ. ചേച്ചിനെ ലക്ഷ്മി വിട്ടു പോകുന്നത് എനിക്കും ചിന്തിക്കാൻ പറ്റുന്നില്ല. നീ ഇപ്പൊ അതേപ്പറ്റിയൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. നിന്റെ ലൈഫിലെ എല്ലാ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാനുണ്ടാകും. നിനക്ക് എന്തുണ്ടെങ്കിലും എന്നോട് പറയാം. ഇതുവരെ കഴിഞ്ഞല്ലേ? വേഗം ചെക്കനും വീട്ടുകാരും എത്തി. ആരായി നിൽക്കണേ? രാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ? നിർത്ത് നിർത്ത്, ഇന്നെങ്കിലും നിന്റെ പൊട്ടത്തിൽ വന്ന് നിർത്ത്. എല്ലാവരും കേറി വരൂ. നിങ്ങൾക്കെന്താ കുന്ത കൊടുത്തു മാറ്റേ? അപ്പൊ എല്ലാ എസ്തെറ്റിക്കലി പ്ലീസിംഗ് ആവും. ചേട്ടത്തി സുന്ദരിയായിട്ടുണ്ടല്ലേ? ചേട്ടത്തി കൊള്ളാം. പക്ഷെ എനിക്ക് ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടത്. അനിയത്തിയാണോ? അപ്പൊ കാര്യം ഉറപ്പായില്ലേ? ചേട്ടനിക്ക് ആ കുട്ടിയെ സെറ്റാക്കി തരണം. എനിക്ക് ആദ്യം കണ്ടപ്പോഴേ ഇഷ്ടമായി. ഈ ലവ് അറ്റ് ഫസ്റ്റ് എന്നൊക്കെ പറയില്ലേ, സ്പാർക്ക് അടിച്ചു ചേട്ടാ. വേഗം വരൂ, മുഹൂർത്തത്തിന് സമയമായി.
ദേഷ്യക്കാരിയാണല്ലേ, മൂക്കത്താ ശുണ്ടി. താൻ ഒന്ന് പോയി, ഞാൻ ഒരു ജോലി ചെയ്യുന്ന വഴിയാണ്. ആ താൻ ജോലി ചെയ്തോ, ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്നല്ലേ പറഞ്ഞോളൂ. എനിക്ക് തന്നെ ഒന്നും വേണ്ടാന്നല്ലേ ഞാൻ പറഞ്ഞത്. എന്റെ ലച്ചുവിന്റെ ദേഷ്യം കാണാൻ എന്താ ഭംഗി. തന്നെ ലച്ചു, താൻ എന്തിനാ എന്നെ ലച്ചു എന്നൊക്കെ വിളിക്കുന്നത്? എന്റെ പേര് ലക്ഷ്മി എന്ന് അങ്ങനെ വിളിച്ചാൽ മതി. ഞാൻ ലക്ഷ്മി എന്ന് വിളിക്കും, കുറച്ച് ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നില്ലേ? ഞാൻ ലച്ചു എന്നേ വിളിക്കും. എന്റെ ലച്ചു. ലക്ഷ്മി, അഞ്ജലി റെഡി ആയില്ലേ? എവിടെയാണ് വന്ന ഗസ്റ്റിനെ ഇത്ര വെയിറ്റ് ചെയ്യിപ്പിക്കാനുള്ള വീട്ടിൽ ഒന്നും അല്ലല്ലോ. റെഡിയാണ്. എന്താ ഇത്? ഞങ്ങളെ നാണക്കെടുത്തുന്ന ഉദ്ദേശത്തിലാണോ നീ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? നീ കിഴക്കെടുത്ത് തറവാടിന്റെ മരുമകളാ, അത് മറന്നു പോകരുത്. അമ്മേ, എന്താ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്കിടെ ഇത്ര ഗോൾഡേ ഉള്ളൂ. ഒരുപാട് VIP ഗസ്റ്റ് വരുന്ന വീടാണ്. അവരുടെ മുമ്പിൽ ഇങ്ങനെയാണോ പോയി നിൽക്കാൻ പോകുന്നത്? അമ്മ, എന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. കൊള്ളാം. മാരേജിനധികം ഗോൾഡ് ഒന്നും കാണാഞ്ഞപ്പോ ഞാൻ കരുതി സിമ്പിൾ ആയതുകൊണ്ട് ഒന്നും ഇടാത്തതാണ്. ഇപ്പോഴല്ലേ മനസ്സിലായത്. ചിത്രാന്റി എവിടുന്ന് കൊണ്ട് വന്നു ഈ ഗതിയില്ലാത്ത മരുമകളെ? എന്റെ ചേച്ചി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, ഞങ്ങൾ അത്ര റിച്ച് ഒന്നും അല്ലാന്ന് അറിഞ്ഞിട്ട് തന്നെ ആകാശേട്ടൻ എന്റെ ചേച്ചിയെ സ്നേഹിച്ചത്. ചേട്ടനല്ലാത്ത എന്ത് പ്രശ്നമാണ് നിനക്ക്? ഓഹോ, എനിക്ക് എന്നോട് കാട്ടി സംസാരിക്കാൻ ഇത്രയും ധൈര്യമോ? ഈ കുടുംബത്തിലെ അംഗമാണ് ഞാൻ. ആ എന്നോട് വലിഞ്ഞു കയറി വന്ന നീ എതിർത്ത് സംസാരിക്കുന്നോ? മീനാക്ഷി, ആകാശേ, എന്താണ് നീ ചെയ്തത്? അഞ്ജലി ഇപ്പൊ എന്റെ ഭാര്യ, അവളുടെ അനിയത്തി എന്റെയും അനിയത്തിയ. അവരിപ്പോ ഈ കുടുംബത്തിലെ അംഗങ്ങളാ. നിങ്ങൾ ആ റെസ്പെക്ട് അവർക്ക് കൊടുക്കണം. ഒറ്റ ദിവസം കൊണ്ട് നീ ഇത്ര മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല ആകാശ്. നിനക്കുള്ള മറുപടിയാണ് ഇപ്പൊ കിട്ടിയത്. ഇതിനെ ഓർമ്മിപ്പിക്കും അഞ്ജലി എന്റെ ഭാര്യ എന്നുള്ള സത്യം. അഞ്ജലി, നീ ഇവിടെ വിഷമിച്ചിരിക്കുകയാണ്. അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നുള്ളൂ. അമ്മ ഒരു പാവ. പിന്നെ മീനാക്ഷി അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ മനസ്സിലായി. എന്റെ ചക്കരക്കുട്ടി ചിരിച്ചേ. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ എല്ലാവരും നമ്മൾ കാത്തിരിക്കുകയാണ്. എന്നെ അടിച്ചിട്ട് കൊഞ്ചിക്കൊഴി നിൽക്കുന്ന കണ്ടില്ലേ? ഈ സന്തോഷം അധികാരം നേടാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ ചിരി മായും, ഞാൻ മായ്ക്കും. അല്ലേ എന്റെ പേര് മീനാക്ഷി എന്നല്ല. രാജകുമാരൻ ഒന്ന് പറഞ്ഞാൽ പഞ്ചപാവമാണ് ഈ അഞ്ജലി. മീനാക്ഷി അഞ്ജലിക്കായി ഒരുക്കി വെച്ച കിടയിൽ ആട് വീഴും. ആകാശ് അവളെ രക്ഷിക്കും. അവൾക്ക് തയ്ക്കാനായി ആകാശ് ഉണ്ടാകുമോ? അവൾ ഇവിടെ കിടന്ന് നരകിക്കുമോ? അഞ്ജലിക്ക് എന്ത് സംഭവിക്കുമെന്നറിയാൻ കാണും ചിന്തിച്ചാലും. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 7:30 നിങ്ങളുടെ സ്വന്തം ചന്ദനത്തേരി മറക്കാതെ കാണും.